ഞാൻ ഓവറോൾ നല്ല കോൺഫിഡൻ്റ് ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എനിക്ക് വാക്കുകളൊന്നും കിട്ടാറില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. 2017 ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 4 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിനോട് ചോദിച്ചു, ടെൽ മീ അബൌട്ട് യുവർ ടിപ്പിക്കൽ ഡേ. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ തലയിലുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ തപ്പിപ്പിഴ കണ്ടപ്പോൾ ഇൻ്റർവ്യൂ എന്നോട് പറഞ്ഞു, ഓക്കെ റിലാക്സ്, ഇറ്റ്സ് ജസ്റ്റ് എ കോൺവെർസേഷൻ, ടീയോ കോഫി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട കേട്ടോ, അവിടെ ഇരുന്ന് വെള്ളം ഞാൻ കുടിച്ചു. ആൾ പറഞ്ഞു, ഓക്കെ ഐ വിൽ ബി ബാക്ക് ഇൻ സം ടൈം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാനിവിടെ വന്നിട്ടുള്ളത് അയാളുമായിട്ട് കണക്ട് ചെയ്യാനല്ലേ, ടു നോ ഈച്ച് അതർ, അല്ലാതെ ഞാൻ അവിടെ ഇമ്പ്രസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, വേറെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടും. അങ്ങനെ റിസോഴ്സ്ഫുൾ ആയിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ പർപ്പസ് ടു നോ ഈച്ച് അതർ എന്നതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തപ്പോൾ ഐ പെർഫോംഡ് റിയലി വെൽ ആൻഡ് ഐ ഗോട്ട് ദാറ്റ് ജോബ്. അപ്പോൾ നിങ്ങൾ നാളെ ഒരു ക്ലയൻറ്റിനെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ തിങ്ക് ഐ എം ഹിയർ ടു ഹെൽപ്പ് ദ കസ്റ്റമർ ടു സോൾവ് എ പ്രോബ്ലം ആൻഡ് മീറ്റ് എ നീഡ്. നാളെ ഒരു സ്പീച്ചുമായിട്ട് ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഐ എം ഹിയർ ടു ആഡ് വാല്യൂ ടു ദ ഓഡിയൻസ്. ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിൽ ഐ എം ഹിയർ ടു നോ ഈച്ച് അതർ, ഐ എം ഹിയർ ടു ഷോ മൈ വാല്യൂ എന്നൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി ലെസ് സ്ട്രെസ്ഡ്. അപ്പോൾ നാളെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ആ ഒരു കോൺവെർസേഷൻ്റെ പേർപ്പസ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ട്രൈ ടു ഇംപ്രസ്, ട്രൈ ടു കണക്ട്, ട്രൈ ടു ആഡ് വാല്യൂ ആൻഡ് ട്രൈ ടു സെർവ്.